വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. പഴയ നിയമത്തിൽ കൂടാരത്തിലെ യാഗപീഠത്തിലെ തീ നിരന്തരം കത്തിക്കൊണ്ടേയിരിക്കണമെന്ന് ഒരിക്കലും കെടുത്തരുതെന്നും കർത്താവ് മോശയോട് കൽപ്പിച്ചു. അതെ, ഈ തീ കെടുത്താൻ പാടില്ലായിരുന്നു. എല്ലായ്പ്പോഴും കത്തിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു തീ. അത് ഉയർന്നതും പ്രത്യേകവുമായ ഒരു തീയായിരുന്നു. ചില വനങ്ങളിൽ കാട്ടുതീ പടരുമ്പോൾ ആയിരക്കണക്കിന് മരങ്ങൾ വെന്തുരുകുന്നു. അത് വിനാശകരമായ ഒരു തീയാണ്. എന്നാൽ ഇവിടെ കർത്താവ് കൽപ്പിച്ച തീ നശിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് നാശത്തെ തടയുന്ന ഒന്നായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈൻ കുവൈറ്റിലെ എണ്ണക്കിണറുകളിൽ ബോംബെറിഞ്ഞ് അവ കത്തിച്ചു. അതൊരു വിനാശകരമായ തീയായിരുന്നു. കെടുത്തേണ്ട ഒന്ന്. അത് കെടുത്തിയില്ലെങ്കിൽ അന്തരീക്ഷം കാർബൺ ഡയോക്സൈഡ് കൊണ്ട് നിറഞ്ഞ് പരിസ്ഥിതിയെ നശിപ്പിക്കുകയും മനുഷ്യരാശിയുടെ ആരോഗ്യത്തിന് ഹാനികരമാകുകയും ചെയ്യാമായിരുന്നു. ഒടുവിൽ അമേരിക്കക്കാർ സദാം ഹുസൈൻ കൊളുത്തിയ തീ അണച്ചു. എന്നാൽ കർത്താവ് കത്തിക്കുന്ന തീ വിനാശകരമായ തീയല്ല, കെടുത്താൻ കഴിയാത്ത ഒന്നല്ല. അത് നമ്മെ ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കാൻ കാരണമാക്കുന്ന ഒരു തീയാണ്. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഒരു തീയാണ്. പാപകരമായ ശീലങ്ങളെയും സ്വാർത്ഥതയും ജഡീയ മോഹങ്ങളെയും ദഹിപ്പിക്കുന്ന ഒരു തീയാണ്. ഈ തീ നിരന്തരം കത്തിക്കൊണ്ടേയിരിക്കണം. യാഗപീഠത്തിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കണം. അത് ഒരിക്കലും കെട്ടുപോകുകയില്ലെന്ന് ലേവ്യ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തീ അണയരുത്. അതിനെ നിന്ദിക്കരുത്. നിങ്ങളെ ഉള്ളിലെ തീ കർത്താവിന്റെ വരവ് വരെ കത്തിക്കൊണ്ടേയിരിക്കട്ടെ. യോഹന്നാൻ സ്നാപകന്റെ കാലത്ത് അവൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു. എന്നാൽ യേശുവാണ് പരിശുദ്ധാത്മാവിലും തീയിലും നിങ്ങളെ സ്നാനപ്പെടുത്തുന്നത്. നമ്മുടെ ഉള്ളിലെ തീ കത്തിക്കുകയും അത് കത്തിക്കൊണ്ടേയിരിക്കുന്ന വിധത്തിൽ സ്വർഗീയ എണ്ണയാൽ അതിനെ നിലനിർത്തുകയും ചെയ്യുന്നത് അവനാണ്. ബെന്തേക്കോസ്തേ ദിനത്തിൽ ഏകദേശം 120 ശിഷ്യന്മാർ മർക്കോസിൻ മാളികമുറിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ തീ ശക്തമായ ഒരു കാറ്റിന്റെ ശബ്ദത്തോടെ ഇറങ്ങി. അവരിൽ ഓരോരുത്തരുടെയും മേൽ അഗ്നിനാവുകൾ വന്ന് ആവസിച്ചു. ബൈബിൾ പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്ന്. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുക. ഈ തീങ്ങ് നിങ്ങളിൽ നിരന്തരം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സാത്താൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. പാപത്തിന്റെ പ്രലോഭനങ്ങൾ ഒരിക്കലും നിങ്ങളെ കീഴടക്കുകയുമില്ല. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 39-ാം അധ്യായം 3-ാം വാക്യം. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശ്യവാക്യങ്ങൾ 13, 14, 15 അധ്യായങ്ങൾ. വൈകുന്നേരം 2 കൊരിന്ത്യർ 5-ാം അധ്യായം. ആമേൻ.